ഹലോ, NLS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹോം സയൻസിലെ ചാപ്റ്റർ 4 എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പഠിച്ചതായിരിക്കും. അതിൽ മെയിനായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ന്യൂട്രീഷനെ കുറിച്ച് പറയുന്നുണ്ട്, ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ് ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രീഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ട് മുന്നൊരു വീഡിയോ ചെയ്തു. അതിൽ മൈക്രോ ന്യൂട്രീഷൻസിൽ നമ്മൾ ധാതുക്കളെ കുറിച്ച്, മിനറൽസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടായി അല്ലേ? മൈക്രോ ന്യൂട്രീഷൻസിൽ 2 ടൈപ്പാണ് വരുന്നത്, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രീഷൻസിൽ പെടുന്നതാണ് ധാതുക്കളും അതുപോലെ തന്നെ വൈറ്റമിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് മിനറൽസ്, ധാതുക്കളാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ധാതുക്കളിൽ പെടുന്ന ഒരു കാര്യമാണ് കാൽസ്യം. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു സഹായം എവിടെയാണെന്ന് ചോദിച്ചാൽ, 1 എല്ലുകളുടെ വളർച്ചയ്ക്കും, 2 രക്തം കട്ട പിടിക്കുന്നതിനും, ഈ 2 കാര്യങ്ങൾക്കുമാണ് കാൽസ്യം ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് കാൽസ്യം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത് തൈര്, പിന്നെ പാല്, റാഗി, അതുപോലെ തന്നെ എണ്ണക്കുരുക്കള്, പച്ചക്കറികൾ, ഇതിലൂടെയൊക്കെ നമുക്ക് ഈ കാൽസ്യം അമിതമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ കാൽസ്യക്കുറവുള്ളവര് പാലും തൈരും പച്ചക്കറികളൊക്കെ അത്യാവശ്യം കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ കാൽസ്യക്കുറവ് മൂലം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണ്. ഒന്ന്, കാൽസ്യം എവിടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് രക്തം കട്ട പിടിക്കാനും അതുപോലെ തന്നെ എല്ലുകളുടെ വളർച്ചയ്ക്കും. കാൽസ്യക്കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോപൊറോസിസ്. പിന്നെ കാൽസ്യം എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? പച്ചക്കറികള്, അതുപോലെ തന്നെ റാഗി, അതുപോലെ പാല്, തൈര് തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് കാൽസ്യം ലഭിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു മിനറലാണ് അയേൺ എന്ന് പറയുന്നത്. അയേൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ രൂപീകരണത്തിന് സഹായിക്കുന്ന ഒന്നാണ് അയേൺ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രമേ അയേണിന്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഹീമോഗ്ലോബിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം മാത്രമാണ് ഈ അയേൺ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ബ്ലഡ്, നമ്മുടെ രക്തം ചുവന്ന നിറത്തിൽ ഇരിക്കാൻ സഹായിക്കുന്നത് അയേൺ ആണ് കേട്ടോ. അപ്പൊ ഈ അയേണിന്റെ കുറവ് മൂലം നമ്മൾക്ക് വരുന്ന ഒരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്ന അസുഖം. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളിലും കുട്ടികളിലുമാണ് കേട്ടോ. പിന്നെ ഇത് ഈ അയൺ ലഭിക്കാൻ നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, പാല്, അതുപോലെ തന്നെ പച്ചക്കറികള്, പിന്നെ കരൾ, മുട്ട, ഇറച്ചി, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കണം. ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പാല്, മുട്ട, ഇറച്ചി, കരൾ, ഇതൊക്കെയാണ് കേട്ടോ. ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം അയൺ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ മിനറലാണ് അയൺ എന്ന് പറയുന്നത്. അയണിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹീമോഗ്ലോബിന്റെ രൂപീകരണത്തിന് സഹായിക്കുന്നുണ്ട്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം മാത്രമാണ് അയൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ വളരെ കുറഞ്ഞ അളവിൽ ആവശ്യം വരുന്നുള്ളൂ. രക്തം ചുവന്ന നിറത്തിലിരിക്കാൻ കാരണം എന്ന് പറയുന്നത് അയൺ ആണ്. അയൺ ഇല്ലാത്തത് മൂലം വരുന്ന അസുഖം അനീമിയയാണ്. സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പാല്, മുട്ട, ഇറച്ചി, കരൾ, ഇതൊക്കെയാണ് അയൺ ലഭിക്കാൻ നമ്മൾ കഴിക്കേണ്ട ഫുഡ്. മൂന്നാമത്തെ ഒന്നാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ എവിടെയാണ് സഹായിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ വളർച്ചയ്ക്കും വികസനത്തിനും അത്യാവശ്യമാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ എവിടെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചാൽ, നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലെ തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ രൂപപ്പെടുന്നുണ്ട് അല്ലേ? ആ ഹോർമോണിലെ ഒരു പദാർത്ഥം മാത്രമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം. ഈ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളവർക്ക് അറിയാം ഗോയിറ്റർ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു അസുഖമാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അയഡിൻ കുറയുന്നത് മൂലമാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അയഡിൻ ഉൽപ്പാദിപ്പിക്കാം? അയഡിൻ ഉണ്ടാകുന്ന ഉറവിടം എവിടെയാണ്? ഫുഡ് ഏതൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ജലത്തിലുണ്ട് അയഡിൻ. അതുപോലെ തന്നെ ജലവുമായിട്ട് അല്ലെങ്കിൽ കടൽ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അയഡിൻ ഉണ്ടാകും. അപ്പൊ അയഡിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അയഡിൻ എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്കും വികസനത്തിനും അത്യാവശ്യമാണ്. തൈറോയിഡ് ഗ്രന്ഥിയിലെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിലാണ് അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖം ഗോയിറ്റർ ആണ്. നമുക്ക് ഉറവിടം എന്ന് പറയുന്നത് ജലവും കടൽ ഭക്ഷണവുമാണ്. ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു 3 മിനറൽസ് നമ്മൾ അത്യാവശ്യമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ഒരുപാട് മിനറൽസ് ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു 3 മിനറൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്, ബാക്കി ഇനിയും വരുന്നുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടും പഠിച്ചു വെക്കുക.